ഹലോ മക്കളെ, നമ്മുടെ SSLC ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയമാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ബൈ വില്യം ഷേക്സ്പിയർ. നിങ്ങളുടെ ടേം 1, ടേം 2 ആൻഡ് ഫൈനലിൽ എല്ലാത്തിനും റെലവൻ്റ് ആയ ഒരു പോയമാണ്. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാം. പ്രിറ്റി സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പക്ഷേ പഴയ ലാംഗ്വേജും അതേപോലെ കഥ അല്ലെങ്കിൽ ആ കാര്യം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയില്ലെങ്കിൽ ഈ ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സിമ്പിൾ കഥയാണ്, നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേയിൽ നിന്ന് എടുത്തതാണ്. ചെറിയൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം, ഈസി ആയിട്ട് പഠിക്കാം. വളരെ ഷോർട്ട് ക്ലാസ് ആയിരിക്കും, വിത്തിൻ 20 മിനിറ്റ്സ് മൊത്തം പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും വിത്ത് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും പോയറ്റിക് ഡിവൈസും അപ്രീസിയേഷനാണ് ഏറ്റവും അവസാനം ഇമ്പോർട്ടൻറ്റ്, അതും എല്ലാം ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ PDF വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, വിത്ത് വേർഡ് മീനിങ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മീനിങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വളരെ സിമ്പിളായിട്ട്. പിന്നെ മക്കളെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ, ഇതല്ല എല്ലാ സബ്ജക്ട്സിനും എല്ലാ സംഭവം ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് എല്ലാം പഠിക്കാൻ പറ്റും. റെക്കോർഡ് ക്ലാസ് ആയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഇംഗ്ലീഷും മാത്സും എല്ലാത്തിൻ്റെയും കിട്ടുന്നതായിരിക്കും. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ ഉണ്ട്, വേഗം ജോയിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. എന്താണ് ഈ ചാപ്റ്റർ, എന്തിനാണ് ഈ ചാപ്റ്റർ റെലവൻസ്? ഭയങ്കര ഫേമസ് പോയമാണ്, ആക്ച്വലി സ്പീച്ചാണ്. ഇത് ഒരു സ്പീച്ചാണ്. അപ്പം നിങ്ങൾക്ക് പോയറ്റിക് കവിത അതിൻ്റെ രസം തോന്നണമെന്നില്ല, കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. ഓക്കെ, ഇത് ഈ ഡയലോഗ് നിങ്ങൾ ചില സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ സിനിമ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എ ഫേമസ് സ്പീച്ച് ഫ്രം വില്യം ഷേക്സ്പിയർസ് പ്ലേ. ഇതൊരു സ്പീച്ചാണ്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലായത് സ്പീച്ച് ബൈ ആരാണ് സ്പീച്ച് പറയുന്നത്? വില്യം ഷേക്സ്പിയർ ആണോ? അല്ല. സീസർ ആണോ? അല്ല. അപ്പോൾ ഒരു പ്ലേയിൽ നിന്ന്, ജൂലിയസ് സീസർ എന്നുള്ള പ്ലേയിൽ നിന്നുള്ള ഒരു സ്പീച്ചാണ്. അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ചെറിയ ഭാഗം. സീസർ എന്ന് പറഞ്ഞാൽ, ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ ആൾ, ഓക്കെ, ഒരു വാറിയർ, ഒരു വലിയ ലീഡർ, ഓക്കെ, ഈസ് മേർഡേഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ്. എന്താണ് കോൺസ്പിറേറ്റേഴ്സ്? അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ അവൻ്റെ ഗൂഢാലോചന കാരണം അവൻ്റെ എഗെയിൻസ്റ്റ് അവൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു തന്നെ അയാളെ കൊന്നു. ഓക്കെ, ലെഡ് ബൈ ഹിസ് ഫ്രണ്ട്. ആരാണ് അതിന് ലീഡർ? ആ കോൺസ്പിറസിൻ്റെ ഹിസ് ഫ്രണ്ട് ബ്രൂട്ടസ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫേമസ് ഡയലോഗ് കേട്ടിട്ടുണ്ട്, എറ്റു ബ്രൂട്ടസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഡയലോഗിലെ ആ ബ്രൂട്ടസ് തന്നെയാണിത്. അത് ഭയങ്കര ഫേമസ് ഡയലോഗ്. ഓക്കെ, who claims that Caesar was too ambitious. ഭയങ്കര അതിമോഹമുള്ള ഒരാളായിരുന്നു, ഭയങ്കര ആംബിഷ്യസ്, അത് ചെയ്യണം, ഭയങ്കര നെക്സ്റ്റ് ലെവൽ തിങ്കിങ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ആക്രാന്തം കൂട്ടിയിട്ടാവാം, ചിലപ്പോൾ പവറിന് വേണ്ടിയിട്ടാവാം, എന്ത് വേണേ ആവാം. ഓക്കെ, അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ. അപ്പോൾ സീസറിനെ കൊന്നു, സീസറിൻ്റെ ഫ്യൂണറലിനാണ്. മാർക്ക് ആന്റണീൻ്റെ സ്പീച്ചാണ്, സ്പീക്സ് ടു റോമൻ പീപ്പിൾ. മാർക്ക് ആന്റണി സ്പീക്സ് ടു റോമൻ പീപ്പിൾ വിത്തൗട്ട് ഡയറക്ട്ലി അറ്റാക്കിംഗ് ബ്രൂട്ടസ്. ബ്രൂട്ടസ് എന്ന് പറഞ്ഞാൽ ലീഡറാണ്, സീസറിന്റെ ഫ്രണ്ടാണ്, മാർക്ക് ആന്റണിയുടെ ഫ്രണ്ടാണ്. ബ്രൂട്ടസിനെ നേരെ കുറ്റം പറയാം, നീയാണ് കൊന്നത്, നീ ചെയ്ത് തെറ്റാണെന്ന് പറയാതെ ഇൻഡയറക്ട്ലി എന്ത് ചെയ്തു? ഹി യൂസസ് ഫാക്ട്സ്. കൃത്യമായിട്ടുള്ള ഫാക്റ്റുകൾ പറഞ്ഞിട്ട് ഐറണി എന്ന് പറഞ്ഞാൽ കോമഡി. ഓക്കെ, ഒരു കോമഡി, അവിടെ ഓപ്പോസിറ്റ് കോമഡി എന്നൊക്കെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, അവിടെ ഒരു ഫയർ സ്റ്റേഷൻ തീ പിടിച്ചാൽ ഒരു കോമഡി അല്ലേ, ഓപ്പോസിറ്റ് വേയിലുള്ള ഒരു കോമഡി അല്ലേ? അത് മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറയണം, നല്ല മഴയത്ത് ഇറങ്ങിയിട്ട് ഞാൻ പറയാം സൂപ്പർ വെതർ, നനഞ്ഞ് കഴിഞ്ഞിട്ട് കുതിർന്നിട്ട് സൂപ്പർ വെതർ എന്ന് പറയില്ല, അതാണ് ഐറണി. ഓക്കെ, ഒരു ഓപ്പോസിറ്റ് എക്സ്പെക്ടേഷൻ റിയാലിറ്റി എന്നുള്ള ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഐറണി കുറച്ച് ആക്കുക എന്നൊക്കെ പറയാം, ആക്കി ഫാക്ട്സും കൊണ്ട് കുറച്ച് ആക്കി ക്വസ്റ്റ്യൻസും ഇമോഷനും വെച്ചിട്ട് പ്രൂവ് ചെയ്തു. സീസർ ശരിക്കും പറഞ്ഞാൽ കെയറിങ് ആൻഡ് പവർ ഹംഗ്രി അല്ല, ആക്രാന്തമോ ആർത്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. The speech is still relevant, okay? The speech is still relevant because it shows the power of language to change the public opinion. ആ ഒരു പറയുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ആക്കിയിട്ടും കുറച്ച് ഫാക്ട്സ് പറഞ്ഞിട്ട് കുറച്ച് കളിയാക്കിയിട്ടൊക്കെയാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ടീച്ചേഴ്സ് us to examine evidence carefully instead of blindly believing powerful speakers. അപ്പോൾ ബ്രൂട്ടസ് ഒക്കെ ആൾക്കാരെ പറ്റിച്ച് വെച്ചത് മാറ്റാനുള്ളൊരു ട്രൈ ആണ് നടത്തിയ മാർക്ക് ആന്റണി. അപ്പം മനസ്സിലാക്കണം, സീസറിനെ കൊന്നു, ഫ്യൂണറലാണ്, മാർക്ക് ആന്റണിയുടെ സ്പീച്ചാണ്, ബ്രൂട്ടസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ തീം മനസ്സിലായല്ലോ. അപ്പം വളരെ ഷോർട്ടായിട്ട് തീം നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കുകയാണെങ്കിൽ, മാർക്ക് ആന്റണി യൂസസ് ക്ലെവർ ലാംഗ്വേജ് ടു എക്സ്പോസ് ദ ട്രൂത്ത് അബൌട്ട് സീസേഴ്സ് മർഡർ. ഓക്കെ, ദ സ്പീച്ച് ഷോസ് ഹൗ ഐറണി, ഇമോഷൻ ആൻഡ് പെർസുവേസീവ് സ്പീക്കിംഗ് ക്യാൻ ചേഞ്ച് പീപ്പിൾസ് ഒപ്പീനിയൻ. എന്താണ് ഐറണി? ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സ്പെക്ടേഷൻ ഓപ്പോസിറ്റ് കോമഡി എന്നൊക്കെ പറയുന്നത്, അത് ഇമോഷൻ ആൻഡ് പെർസുവേസീവ് സ്പീക്കിംഗ്. നല്ല രീതിയിൽ അവർ പുറകെ നിന്ന് സ്പീക്ക് ചെയ്താൽ, നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്താലുള്ള പവറാണ് പറയുന്നത്. ഓക്കെ, സമ്മറി ഞാൻ ഈ വായിക്കുന്നത് നിങ്ങൾക്ക് നോട്ട് വായിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയല്ലോ. ഓക്കെ, നമ്മുടെ പോയത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ സ്പീച്ചിലേക്ക് കടക്കാം. ഓക്കെ, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. ഓക്കെ, അത് ഭയങ്കര ഫേമസ് ഡയലോഗാണ്, നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ഓക്കെ, സുഹൃത്തുക്കളെ, റോമിലെ ആൾക്കാരെ, ഓക്കെ, ഇന്ത്യൻസ് എന്ന് പറയുന്നത് റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയർ. ഇവിടെ തന്നെ പോയറ്റിക് ഡിവൈസ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവസാനം പോയറ്റിക് ഡിവൈസ് കാണാം. ലെൻഡ് മീ ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചെവികൾ എനിക്ക് തരൂ, ഒരു നിമിഷത്തേക്ക് തരൂ എന്ന് പറയില്ല, തരാനല്ല, കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ.
I come to bury Caesar. Bury അല്ല, bury അല്ല, bury. Okay. I come to bury Caesar, not to praise him. ഞാൻ ഫ്യൂണറലിന് വേണ്ടി വന്ന, അവൻ്റെ അടക്കിന് വേണ്ടി വന്നത്, അവനെ പൊക്കാനല്ല, അവൻ്റെ പൊക്കി ഭയങ്കര സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ. The evil that men do lives after them. ഒരാൾ മോശം കാര്യം ചെയ്താൽ അത് അവർ മരിച്ചു കഴിഞ്ഞാലും അതുണ്ടാവും. ഓക്കെ, ഈവിൾ, അത് മോശം കാര്യം. The good is oft interred with their bones. അപ്പം എന്താ പറയുന്നത്? ദ ഗുഡ്, അവർ ചെയ്ത നല്ല കാര്യം ആൾക്കാർ അതോടെ മറക്കും. ഓക്കെ, അവരുടെ ബോണുകളുടെ കൂടെ അങ്ങ് പോയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മീനിങ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇത് 2-3 പേജ് കഴിഞ്ഞാൽ ഫുൾ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓഫ്റ്റൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ഓഫ്റ്റൻ എന്ന് പറയുന്നത് ഓഫൻ എന്നാ പറയുക. ഇന്റേൺ എന്ന് പറഞ്ഞാൽ ബെറീഡ്. ഓക്കെ, സംസ്കരിക്കപ്പെടും. ഓക്കെ, നല്ല കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങ് പോയിക്കോളും. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് തിരിച്ചു പോവാം. അപ്പം മീനിങ്സ് ഒക്കെ നിങ്ങൾ ആ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നോക്കി പോവുക. അങ്ങനെ ആകുമ്പോൾ ടൈം ആരുടെയും വേസ്റ്റ് ആവില്ല. ഓക്കെ, ദ ഗുഡ് ഈസ് ഓഫൻ ബെറീഡ് വിത്ത് ദെയർ ബോൺസ്. അതങ്ങ് പോയിക്കോളും. അപ്പം മോശം കാര്യങ്ങൾ നിന്നോളും, നല്ല കാര്യങ്ങൾ മറന്നു പോയിക്കോളും അതൊക്കെ. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പം സീസറിൻ്റെ കൂടെ നല്ല കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞാൻ പറയാൻ പോകുന്നില്ല. ദ നോബിൾ ബ്രൂട്ടസ്. നോബിൾ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ. നോബിൾ ബ്രൂട്ടസ് ഇവിടെ ആക്കിയിട്ടാണ് പറയുന്നത്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഹാത്ത് ടോൾഡ് യു. ഹാത്ത് എന്ന് പറഞ്ഞാൽ ഹാസ് ആട്ടോ, അതിൻ്റെ ഓൾഡ് ലാംഗ്വേജ് കേട്ടോ. ഹാസ് ടോൾഡ് യു സീസർ വാസ് അംബിഷ്യസ്. അതിമോഹമുള്ള ആളായിരുന്നു സീസർ. ഇഫ് ഇറ്റ് വേർ സോ, അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രീവസ് ഫോൾട്ട്. ഭയങ്കര കുറ്റമാണ്, ഭയങ്കര തെറ്റാണ്. ഓക്കെ, ആൻഡ് ഗ്രീവസ്ലി ഹാത്ത് എന്ന് പറഞ്ഞാൽ ഹാസ് സീസർ ആൻസർഡ് ഇറ്റ്. ശരിയാണ്, നല്ലൊരു കുറ്റമാണ് ചെയ്തത്, അതിൻ്റെ ശിക്ഷയും കിട്ടി, മരിച്ചു. അതിനാണ് മർഡർ ചെയ്തത് സീസറിനെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മാർക്ക് ആന്റണി പറയാം കേട്ടോ സീസറിന്റെ ഫ്യൂണറലിന്. ഓക്കെ, ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. ഓക്കെ, ഫോർ ബ്രൂട്ടസ് ഇസ് എൻ ഓണറബിൾ മാൻ. ഓക്കെ, അപ്പം അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ബാക്കി എല്ലാവരും നിങ്ങളുടെ മുമ്പൊന്നും. ഫോർ ബ്രൂട്ടസ് ഇസ് എ ഓണറബിൾ മാൻ, മാന്യനാണ്, നല്ലൊരു മനുഷ്യനാണെന്ന് പറയാം. ഓക്കെ, ഫോർ ബ്രൂട്ടസ് ഇസ് എ ഓണറബിൾ മാൻ, നോട്ട് ചെയ്ത ലൈൻ. ഓക്കെ, സോ ആർ ദേ ഓൾ. അയാൾ മാത്രമല്ല, ബാക്കി എല്ലാവരും ആ കൊന്ന അല്ലെങ്കിൽ ആ കോൺസ്പിറസിയിലുള്ള എല്ലാവരും തന്നെ നല്ലവരാണെന്നാണ് പറയുന്നത്. വെയിറ്റ് ആൻഡ് വാച്ച്. ഓൾ ഓണറബിൾ മെൻ കം ഐ ടു സ്പീക്ക് ഇൻ സീസർ ഫ്യൂണറൽ. ഓക്കെ, സീസറിന്റെ ഫ്യൂണറൽ ഞാൻ വരെ സംസാരിക്കാൻ വന്നതാണ്. ഓക്കെ, സെക്ഷൻ 1 മീനിങ് ഒന്ന് പെട്ടെന്ന് വെച്ചാൽ, ആന്റണി ആസ്ക്ഡ് റോമൻസ് ടു ലിസൺ. ഹി ക്ലെയിംസ് ദാറ്റ് ഹി ഹാസ് കം ഓൺലി ടു ബെറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. പൊക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഹി മെൻഷൻസ് ബ്രൂട്ടസ് അക്യൂസേഷൻ ദാറ്റ് സീസർ വാസ് അംബിഷ്യസ്. സീസർ അംബിഷ്യസ് ആണെന്നാണ് ബ്രൂട്ടസ് പറയുന്നത്. വൈൽ റിപ്പീറ്റഡ്ലി കോളിംഗ് ബ്രൂട്ടസ് ഓണറബിൾ. അവൻ മാന്യനാണ് മനസ്സിലല്ലേ? ഹി വാസ് മൈ ഫ്രണ്ട്, അതെ സീസർ, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, ന്യായമുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യുന്നത്. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബിഷ്യസ്. അവൻ്റെ ഒരു നല്ലവനായിരുന്നു, എന്നോട് നല്ല സ്വഭാവമായിരുന്നു. പക്ഷെ ബ്രൂട്ടസ് പറയുന്നു അവന് കുറച്ച് അതിമോഹം ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? വീണ്ടും പറയുന്ന റെപ്പിറ്റേഷൻ ഉണ്ട്, ആക്കുന്നതാ, ഐറണിയാണ്, വീണ്ടും റെപ്പിറ്റേഷനും ഉണ്ട്. ആൻഡ് ബ്രൂട്ടസ് ഇസ് ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു നല്ലവനാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഐഡിയ മനസ്സിലായില്ലേ? ഹി ഹാഡ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റൂം. ഓക്കെ, ഹൂസ് റാൻസം ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. ശ്രദ്ധിക്കുക, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സീസറിനെ പറ്റിയിട്ട് ഫാക്റ്റുകൾ പറയുന്ന പറഞ്ഞല്ലേ, ഫാക്റ്റുകൾ വെച്ചിട്ടാണ് ഫസ്റ്റ് ഫാക്റ്റ് ആണിത്. സി, ആൻഡ് ബ്രൂട്ടസ് ഇവിടെ ഹി ഹാസ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രിസണേഴ്സിനെ വീട്ടിലേക്ക് കൊണ്ടു. അപ്പോൾ വോറൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരെ തിരിച്ച് അവിടുന്ന് കൊണ്ടുവന്നു. എന്തിനാണ്? ഹൂസ് റാൻസംസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കിഡ്നാപ്പ് ചെയ്താൽ തിരിച്ചു കൊടുക്കുന്ന പൈസ എൻ്റെ റിവാർഡായിട്ട് 1 കോടി രൂപ എന്നാൽ ഞാൻ തിരിച്ച് മക്കളെ തിരിച്ചാൽ അതിനാണ് റാൻസം എന്ന് പറയുക. ആ റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. ഓക്കെ, അപ്പം നോക്കിയാൽ ആ പൈസയും കൊണ്ടാണ് കോഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഷറി ഫില്ലായത്. ഓക്കെ, അപ്പം ഇതൊരു നല്ല കാര്യമല്ലേ? ഇത് ആർക്ക് വേണ്ടിയിട്ടാ? സീസറിന് വേണ്ടിയിട്ടാണ്, അല്ല നമ്മുടെ രാജ്യത്തിനാണ്, റോമിന് വേണ്ടിയിട്ടായിരുന്നോ? Did this in Caesar seem ambitious? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതിന് സീസർ ആക്രാന്തം ആർത്തിയും അതിമോഹം കൂട്ടിയിട്ടാണോ? അല്ല, ചോദിക്കുക ഒന്നും പറയുന്നില്ല കേട്ടോ. when the poor have cried, Caesar had wept. Okay, പാവപ്പെട്ടവർ കരയുമ്പോൾ സീസർ ഹാസ് വെപ്റ്റ്. അവനും കരഞ്ഞു, അവനും നിങ്ങളുടെ കൂടെ കരഞ്ഞു. അംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. അതിമോഹമുള്ളവരൊക്കെ ഇങ്ങനെയാണോ? കുറച്ചുകൂടി പവറൊക്കെ വേണ്ട, ഇങ്ങനെയാണോ പാവപ്പെട്ടവർ കരയുമ്പം അവൻ്റെ കൂടെ കരയുന്നതാണ് അംബിഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, യെറ്റ് ബ്രൂട്ടസ് says he was ambitious and Brutus is an honorable man. പക്ഷെ എന്നിട്ടും ബ്രൂട്ടസ് പറയാ അവൻ അംബിഷ്യസ് ആണ്, അതിമോഹമാണ്, പക്ഷെ
ബ്രൂട്ടസ് നല്ലവനാണ്. ഓക്കെ, നമുക്കറിയാം. ആന്റണി ഗിവ്സ് എവിഡൻസ് ദാറ്റ് against Brutus's accusation. Caesar was a faithful friend, brought prisoners and ransom money to Rome, and felt compassion for the poor. These qualities do not suggest ambition. അപ്പോൾ ambitious അല്ല എന്നാണ് ചെറുതായിട്ട് സട്ടിലായിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ, ഒറ്റയടിക്ക് അങ്ങ് മനസ്സിലാത്ത രീതിയിൽ പറയുന്നത്. ഓക്കെ, യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലൂപ്പർകോൾ, ഒരു ഫെസ്റ്റിവൽ കേട്ടോ, ഒരു ഫെസ്റ്റിവലാണ്. ഐ ത്രൈസ്, ഞാൻ മാർക്ക് ആന്റണി 3 തവണ പ്രസന്റഡ് ഹിം വിത്ത് എ കിങ്ലി ക്രൗൺ, രാജാവ് അവനുള്ള ആ ക്രൗൺ ഞാൻ 3 തവണ അവനോട് പറഞ്ഞ എടുത്തോ എന്ന്. വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്, 3 തവണയും വേണ്ട എന്ന് പറഞ്ഞു. വാസ് ദിസ് ആംബിഷൻ? അപ്പോൾ ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവൻ അതിന് മതിമോഹം ഉണ്ടായിരുന്നു, ഇവന് ഭയങ്കര ആക്രാന്തം, ആർത്തി, പവറിന് ഭയങ്കര ഹങ്കർ ആയിരുന്നു. അല്ല, ആണോ? അല്ലാന്ന് പറയുന്നില്ല, ചോദിക്കുക. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യം, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യം. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ വന്നിട്ട് ഇത് ഫിഷ് മാർക്കറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അല്ല മിസ്സേ ഇത് സ്കൂളാണെന്ന് പറയും, അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയും. ഇല്ല, അത് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ തിരിച്ച് പറയണ്ട. മനസ്സിലായി? കുറച്ച് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങളുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ട് ചൂടായിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ തിരിച്ച് മറുപടി പറയണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കേട്ടോ. ഓക്കെ, വാസ് ദിസ് ambition? Yet Brutus says he was ambitious and sure he is an honorable man. വീണ്ടും റെപ്പിറ്റേഷൻ. ഇങ്ങനെ ആക്കുക. ബ്രൂട്ടസ് തന്നെ വിചാരിക്കുന്നുണ്ട് ഇവനാൾ ശരിയല്ലല്ലോ, ഇവനിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ടല്ലോ എന്ന് പറയാം. ഓക്കെ, I speak not to disprove what Brutus spoke, but here I am to speak what I do know. ബ്രൂട്ടസ് എന്ത് പറഞ്ഞോ അതിനെതിരെ പറയാനോ അതല്ല എന്ന് പറയാനല്ല ഞാൻ വന്നത്, എനിക്കറിയുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയുന്നത് പറയാം. ഇതിന് മീനിങ് ഒന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്തത്, യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്, നിങ്ങളെല്ലാവരും അയാളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചതാണ്. നോട്ട് വിത്തൗട്ട് കോസ്, കാരണം ഇല്ലാത്തതുകൊണ്ടല്ല, വെറുതെ അല്ല. ഓക്കെ, നോട്ട് വിത്തൗട്ട് കോസ്. അപ്പൊ കോസ് ഉണ്ടെന്നാണ് പറയുന്നത്. നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ യെസ്, കോസ് ഉണ്ടായിരുന്നു, കാരണം ഉണ്ടായിരുന്നു. വാട്ട് കോസ് വിത്ത് ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം? ഒരാൾ മരിച്ചാൽ നമ്മൾ മോൺ ചെയ്യും അല്ലേ? അതാണ് നമ്മൾ മോൺ ചെയ്യും, ആ സങ്കടത്തിൽ ഇരിക്കും അല്ലേ, അവന് വേണ്ടിയിട്ട്. അപ്പം എന്താണ് അങ്ങനെയാണ് നിങ്ങൾ അവന് വേണ്ടി മോൺ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. ഓ ജഡ്ജ്മെന്റ്, ദൗ എന്ന് പറഞ്ഞാൽ യു, ആർട്ട് എന്ന് പറഞ്ഞാൽ ആർ. അപ്പം ഇതിൻ്റെ മീനിങ് എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ട്, അവിടെ വരിക നമ്മുടെ ഇതാ. മോർന്ന് പറഞ്ഞാൽ ഫീൽ സാഡ് സോറോ ആഫ്റ്റർ ഡെത്ത്. ഓക്കെ, മരണത്തിലുള്ള ദുഃഖം. ഓക്കെ, ജഡ്ജ്മെന്റ്, ദൗ ആർട്ട് ഫെൽറ്റ്, യു ഹാവ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങാന്ന് പറയാം. ഫ്ലഡ് എന്ന് പറയാൻ മുങ്ങാണ്. അപ്പോൾ ഓടിപ്പോ. ഓക്കെ, യു ഹാവ് റൺ അവേ ഓർ ഡിസപ്പിയർഡ്. ഓക്കെ, ബ്രൂട്ടിഷ് ബീസ്റ്റ് ഉണ്ട്, ബെയർ വിത്ത് മീ, കോഫിൻ പോസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ദൗ, യു, ആർട്ട് എന്ന് പറഞ്ഞാൽ ആർ അല്ലെങ്കിൽ ഹാവ്, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഓടി. അപ്പം നമുക്ക് അത് തിരിച്ചങ്ങോട്ടേക്ക് പോകാം. എവിടെ പോയി? ഇങ്ങോട്ട്, ഇവിടെ. ഓക്കെ, ഓ ജഡ്ജ്മെന്റ്. ഓക്കെ, നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നോക്കാം അല്ലേ, ജഡ്ജ് ചെയ്യും. യു ഹാവ് ഫ്ലഡ് ദ ബ്രൂട്ടിഷ് ബീസ്റ്റ്. ഓക്കെ, ബ്രൂട്ടിഷ് ബീസ്റ്റിന്റെ മീനിങ് കൂടി നോക്കാം. അവിടെ അലിട്രേഷൻ ഉണ്ട്, ബ. ഓക്കെ, ബ. ആനിമൽസ് വിത്തൗട്ട് ഹ്യൂമൻ. ഓക്കെ, ഇങ്ങനെ ആലോചിക്കുക. നിങ്ങൾ മനുഷ്യരെന്ന് പറയുമ്പോൾ എന്താ, ബുദ്ധിയുണ്ട്, ആലോചിക്കണം, അതാ പറയുന്നത്. അപ്പം നിങ്ങൾ ആനിമൽസ് അല്ല. ഓക്കെ, യു ഹാവ് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്, നിങ്ങൾ ആനിമൽസ് ആവുന്നു, മനുഷ്യരല്ല എന്ന് പറയാണ്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. മനുഷ്യർക്ക് ബുദ്ധി, ആലോചിക്കുക, തോട്ടും അങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആനിമൽസ് ആവരുത് എന്ന് പറയുന്നു. ഓക്കെ, ബെയർ വിത്ത് മീ, ഒന്ന് സഹിക്കൂ, ഒരു മിനിറ്റ് ഒന്ന് സഹിക്കൂ. മൈ ഹാർട്ട് ഇസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. ഓക്കെ, സീസറിൻ്റെ കൂടെയാണ് എൻ്റെ ഹൃദയം. അപ്പോൾ അത്രയും സങ്കടം കാണിക്കുകയാണ്. ഓക്കെ, അല്ലാണ്ട് എൻ്റെ ഹാർട്ട് ഊരി അവിടെയാണോ പറയുന്നത്? അല്ല. ഓക്കെ, അതൊരു ഹൈപ്പർബലി, മെറ്റഫർ എന്നൊക്കെ പറയാം. എൻ്റെ ഹാർട്ട് അവിടെയല്ല, പക്ഷേ അതാണ് പറയുന്നത്. ഓക്കെ, ഒരു ഡ്രമാറ്റിക് എഫക്റ്റിന് പറയുന്ന. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. എനിക്ക് കുറച്ച് നേരത്തേക്ക് നിർത്തണം, അതെനിക്ക് തിരിച്ച് കിട്ടുന്നവരെ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സെക്ഷൻ. ആന്റണി റിമൈൻസ് ദാറ്റ് റോമൻസ് ദാറ്റ് ദേ വൺസ് ലവ് സീസർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു സീസർ. ഹി ആസ് വൈ ദേ ഡു നോട്ട് മോൺ ഹിം നൗ. ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം ഇല്ല അവൻ മരിച്ചപ്പോൾ? He says reason has disappeared and emotionally claims that his heart lies in Caesar's coffin. ഇനിയും പറയുന്നുണ്ട്. But Brutus says he was ambitious and he is an honorable man. ഓക്കെ, കണ്ടല്ലോ, ഐറണി, റെപ്പിറ്റേഷൻ, ഇട്ടങ്ങ് കുത്തി ആക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നോരോന്ന്. പെർപ്പസ് മാത്രം നോട്ട് ചെയ്ത് വെച്ചോ. ആന്റണി സ്റ്റേറ്റഡ് ദ പെർപ്പസ് ഇസ് ടു സ്പീക്ക് അറ്റ് സീസർസ് ഫ്യൂണറൽ. His real purpose is to defend Caesar. Okay, reveal the dishonesty of the conspirators, including Brutus, and turn the Romans people against them. റോമിലെ ആൾക്കാർ അറിയണം ഇവരാണ് ചെയ്തത്, ഇവർ തെറ്റാണ് ചെയ്തത്, സത്യങ്ങൾ പുറത്തു പോകാൻ വേണ്ടി. ഓക്കെ, അപ്പം എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്? ഇതാ നോക്കിക്ക്, ഇതൊക്കെ ഡിവൈസ്, പോയറ്റിക് ഡിവൈസ് ആണ് ഈ സ്പീച്ചിലെ ഡിവൈസ്. ഐറണി,
വേർബൽ ഐറണി എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഉത്തരം പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ, ഇമോഷണൽ മെമ്മറീസ് ആൻഡ് കെയർഫുള്ളി ചോസ്ഫുൾ ഫാക്ട്സ് കറക്റ്റായിട്ട് ഫാക്റ്റുകളൊക്കെ ഓക്കെ. പിന്നെ റിപ്പീറ്റഡ്ലി കോൾസ് ബ്രൂട്ടസ് ഓണറബിൾ വൈൽ ഗിവിംഗ് പ്രസന്റിംഗ് എവിഡൻസ് ദാറ്റ് ബ്രൂട്ടസ് ഇസ് റോങ്. അവൻ നല്ലവനാ, പക്ഷെ അവൻ നല്ലവനാ, അങ്ങനെ മനസ്സിലല്ലേ. അതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേർബൽ ഐറണിയും റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ പോയറ്റിക് ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെപ്പറ്റീഷൻ, മെറ്റഫർ, അലിട്രേഷൻ, അതിൻ്റെ എക്സാമ്പിൾസും എന്തിനാണെന്ന് ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റിയിൽ കാണാം. പിന്നെ അപ്രീസിയേഷൻ, ഒരു അപ്രീസിയേഷൻ പഠിച്ചാൽ പോയം കഴിഞ്ഞു. അതോടെ നിങ്ങൾ ഈ ചാപ്റ്റർ മനസ്സിലാക്കി, സ്പീച്ച് മനസ്സിലാക്കി, ടു ബി പ്രിസൈസ്. ഇന്നത്തെ ഡീറ്റെയിൽ അടിപൊളി ക്ലാസ് വേണമെങ്കിൽ ലെക്ചർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. നിങ്ങൾ 1-2 റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.